നമസ്കാരം, എല്ലാവർക്കും ആദ്യമായിട്ട് ശുഭദിനം നേരുന്നു. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഒരു 9 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് BSE ലിസ്റ്റഡ് കമ്പനിയിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയിപ്പോയി. നിഫ്റ്റി എല്ലാം തന്നെ അതിൻ്റെ 200 ഡേ മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് ഇപ്പോൾ ഉള്ളത്. മാരുതിയുടെ റിസൾട്ടിന് ശേഷം മാരുതി ഫോളായി. കൂടാതെ ഇന്ത്യ പാക്ക് ബോർഡർ ടെൻഷനൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഫോൾ ആവാനായിട്ടുള്ള പ്രധാന കാരണം. ഇതിനിടെ ഇന്നിപ്പോൾ രാവിലെ US ഫ്യൂച്ചർ സ്ലൈറ്റ്ലി ഫോളാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വീണ്ടും അദ്ദേഹം ഒന്ന് തിരുത്തിയിട്ടുണ്ട്. അതായത് ചൈനയിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം ഈ ഒരു താരിഫ് ഹൈക്ക് കുറയ്ക്കാൻ എന്നുള്ള ഒരു പുതിയ പ്രസ്താവന അദ്ദേഹം നടത്തി. അതിനെ തുടർന്ന് ഒരു അൺസർട്ടനിറ്റി ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായി. US ഫ്യൂച്ചർ ഒരു 190 പോയിൻറ്റിൻ്റെ ഒരു ഫോളിലാണ് ഉള്ളത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. കാണാം, US ഫ്യൂച്ചർ 152 പോയിൻറ്റിൻ്റെ ഫോളിലാണുള്ളത്. നിക്കി ജപ്പാൻ മാർക്കറ്റും കോസ്പിയും കുറേയും നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിലും ചൈനീസ് മാർക്കറ്റ് റെഡിലാണ്. ഓസ്ട്രേലിയ പോസിറ്റീവാണ്. ഗോൾഡ് ഒന്ന് ഇടിഞ്ഞു $13. ഏറ്റവും ടോപ്പിൽ പോകുകയാണെങ്കിൽ ബിറ്റ്കോയിനും ഇടിഞ്ഞു $800. ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കൂടാതെ ഒരുപാട് കമ്പനിയുടെ റിസൾട്ട് വന്നു, റിലയൻസ് ഉൾപ്പെടെ. ആ കമ്പനിയുടെ റിസൾട്ടുകളെല്ലാം തന്നെ ഇന്നിപ്പോൾ റിയാക്ട് ചെയ്യപ്പെടും. കൂടാതെ ഇന്ന് TVS മോട്ടോഴ്സ്, അൾട്രാടെക് സിമെൻറ്റ്, അദാനി ഗ്രീൻ എനർജി, അദാനി ടോട്ടൽ ഗ്യാസ്, IDB ബാങ്ക്, IRFC തുടങ്ങിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ഇതിനിടെ ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം നടത്തിയതായിട്ട് ട്രംപ് തന്നെ വെളിപ്പെടുത്തി. ഇനിയിപ്പോൾ ഇന്ത്യ പാക്ക് ടെൻഷനിലേക്ക് വരാണെങ്കിൽ FIs-ഉം DIs-ഉം ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സാണ്. ബോർഡർ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. അത് യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യണം. ഇല്ലെന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിച്ച് പോരുന്നത്. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകുകയാണെങ്കിൽ റിലയൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 9% ഒരു വർധനവുണ്ടായി. L&T ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 15% ഒരു ഗ്രോത്ത്. ഫോഴ്സ് മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 210% ഒരു ഗ്രോത്ത്. പൂൻവാല ഫിൻകോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 81% ഒരു കുറവ് റിപ്പോർട്ട് ചെയ്തു. ഇതെല്ലാം തന്നെ സ്റ്റോക്ക് ന്യൂസാണ്, ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. DCB ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13% ഗ്രോത്ത് ഉണ്ടായി എന്ന ന്യൂസ് ഉണ്ട്. ടാറ്റ ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% വർധനവുണ്ടായി. RBL ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 80% ഒരു ഫോൾ ഉണ്ടായി. ലോയിഡ് മിറ്റൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ഇയർ ഓൺ ഇയർ ഡിക്ലൈനായി. മഹീന്ദ്ര ഹോളിഡേയ്സും നെറ്റ് പ്രോഫിറ്റ് 11% ഡിക്ലൈനായി. ഒറാക്കിൾ ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 560 നിന്ന് 640 നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ഗെയിൽ കമ്പനി കോൺഗോറായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. NRB ബിയറിംഗ് കമ്പനി $2 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു. ഇൻഡിഗോ കമ്പനി ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇൻഡിഗോ നമുക്കറിയാം ഉത്തരേന്ത്യയിൽ നിന്ന് പോകുന്ന ഏകദേശം 50ഓളം ഇൻ്റർനാഷണൽ റൂട്ട്, ദുബായ് ഉൾപ്പെടെയുള്ള 50ഓളം ഇൻ്റർനാഷണൽ റൂട്ട് അവർ റീറൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണം. ടിക്കറ്റ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പൊതുവെയുള്ളൊരു ന്യൂസ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു ഇഷ്യൂ ചെറിയൊരു വോളറ്റിലിറ്റി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഈ ഒരാഴ്ച വളരെയധികം റെലവൻ്റ് ആണ്. ട്രേഡ് ഡേറ്റ ഉണ്ട്, കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ ഉണ്ട്, ജോബ് ഓപ്പണിംഗ് ഡേറ്റ ഉണ്ട്, Q1 GDP ഉണ്ട്, PCE ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, നോൺ ഫാം പേറോൾ ഡേറ്റ. ഇതെല്ലാം തന്നെ ഈ ഒരു ആഴ്ച US മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം കീനായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മെയ് 1 ഒട്ടുമിക്ക മാർക്കറ്റും അവധിയാണ്. ഇന്ത്യൻ മാർക്കറ്റ് മഹാരാഷ്ട്ര ഡേ മെയ് 1 എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. അതിനർത്ഥം നമ്മളുടെ എക്സ്പയറി 30 വരും. അതുകൊണ്ടാണ് ഈ ഒരു ഏപ്രിലിൽ നമ്മൾ 2 എക്സ്പയറീസ് എല്ലാം തന്നെ കണ്ടത്. ഏപ്രിൽ എന്നൊരു എക്സ്പയറി ഉണ്ടായിരുന്നു, April 30 എന്നൊരു എക്സ്പയറി ഉണ്ടായിരുന്നു. പക്ഷെ മന്ത്ലി എക്സ്പയറി
കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ എക്സ്പയറി ആണ്. ഇത് ആക്ച്വലി മെയ് 1 എക്സ്പയറി തന്നെയാണ് ഇപ്പോൾ ഏപ്രിൽ 30 മാറിയിട്ടുള്ളത്. അപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ 2 ദിവസമാണ് അവധി. മാർക്കറ്റ് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അത്ര ഇന്നത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയോട് കൂടിയിട്ട് ആ ഒരു സ്റ്റെബിലിറ്റി ഒന്ന് മാറ്റം വന്നു. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബോർഡർ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. കോഷ്യസ് ആവുക. താങ്ക് യു ഓൾ.